ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ക്യാരറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള നെയ്യിലോട്ടേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള 2 ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം മീഡിയം സൈസ് ആയിട്ടുള്ള ക്യാരറ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് നമ്മളിനി നെയ്യിലിട്ടിട്ട് ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച മണം മാറി വരുന്ന രീതിയിൽ ഒരു 3-4 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരു 2 നുള്ളു അളവിൽ ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് വറുത്ത റവയാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അടുത്ത് റവയാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ റവയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഏലക്കയുടെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു 10ഓളം കശുവണ്ടി പരിപ്പ്, നമ്മുടെ കാഷ്യൂ നട്ട്. ഞാൻ വറുത്ത കാഷ്യൂ നട്ട്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വറുത്തത് വേണം നിർബന്ധമില്ല. വറുക്കാത്തതാണെങ്കിലും അത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റും റവയും അതുപോലെ നമ്മുടെ കാഷ്യൂ നട്ടിൻ്റെ പൗഡറൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്കൊരു 2 ടേബിൾ സ്പൂൺ തുടങ്ങി 3 ടേബിൾ സ്പൂൺ വരെ പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് പാല് നന്നായിട്ട് ക്യാരറ്റൊക്കെ ആയി ചേർന്ന് വരുന്ന അത്രയും സമയം മാത്രം ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് 1/2 കപ്പ് വെള്ളത്തിനോട്ടേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കയുടെ കുരു ചതച്ചിട്ടോ അല്ലെങ്കിൽ ഏലക്ക കുരുവായിട്ടോ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ പഞ്ചസാര ക്രിസ്റ്റലൈസ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ടേക്ക് ഒരു 2 നുള്ളു മാത്രം ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റിൻ്റെ മിക്സ്, റവയും കാഷ്യൂ നട്ടിൻ്റെ പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇതുപോലെ ഓരോ ബോൾ പോലെ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ നമ്മളിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്ര എണ്ണയാണ് നമ്മളൊരു 2 ക്യാരറ്റ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഇതിട്ട് കൊടുക്കാം. വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് നല്ല രീതിയിൽ മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതൊട്ടും ഓയിലി ആയിരിക്കില്ല, നമുക്കൊട്ടും ഓയിലി അല്ലാത്ത രീതിയിൽ തന്നെയാണ് കിട്ടുക. നമ്മുടെ ഗുലാബ് ജാമുൻ്റെയൊക്കെ ആ ഒരു കളറായി വരുന്ന രീതിയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ ആദ്യത്തെ ആ ഒരു ബാച്ച് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിലോട്ടേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് അധികം കാര്യമായിട്ട് പഞ്ചസാരയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം ഇതിനകത്ത് അങ്ങ് കിടക്കട്ടെ. ഇപ്പോൾ ഞാനൊരു അരമണിക്കൂറിനടുത്ത് ഇതിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ആ ഒരു പഞ്ചസാര പാനിയിലൊക്കെ മുങ്ങി നല്ല മധുരവും നല്ല സോഫ്റ്റുമാണ്. ശരിക്കും കുട്ടികൾക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാവും. കാഷ്യൂ നട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.